ഇപ്പം ഒരു കേസ് സാറിനെ വന്ന് അപ്രോച്ച് ചെയ്യാണ്. ഒരുപാട് കേസുകൾ ഡീൽ ചെയ്തിട്ടുള്ള ഒരു അഭിഭാഷകനാണ് സാർ. ഏതെങ്കിലും ഒരു കോമൺ ഫാക്ടർ സാർ കണ്ടിട്ടുണ്ടോ? ഇങ്ങനത്തെ ക്രൈമുകൾ നടക്കാനുള്ള ഏതെങ്കിലും ഒരു കോമൺ ഫാക്ടർ, കുടുംബമാകാം, അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്സ് ആവാം, എന്തെങ്കിലും ഒരു ഫാക്ടർ സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൽ എനിക്ക് ശ്രദ്ധിക്കപ്പെട്ടത് ഒരുപാട് ഫാക്ടേഴ്സ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം അപ്പം ഒരു ഒരു നമ്മളൊരു കുറച്ച് ഒരു കേസ് പല കേസുകൾ വരുമ്പോൾ നമ്മളൊരു റാൻഡമായിട്ട് ഒരു റേഷ്യോ നോക്കുമ്പോഴത്തേക്ക് കുടുംബ തർക്കങ്ങളുള്ള വീടുകൾ, അപ്പോൾ അവിടെ ചിലപ്പം അസ്വാരസ്യങ്ങളാവും. തർക്കം മീൻസ് സംതിങ് ചെറിയ ചെറിയ തർക്കങ്ങളാവാം. കുട്ടി ലോൺലിനെസ് ഫീൽ ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഇത് അറിയുന്ന, അപ്പോൾ ഞാൻ ഒന്നും കൂടെ ആദ്യം ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ആരാണ് ഈ കേസിലെ പ്രതികൾ? എനി പേഴ്സൺ ഹൂ ഹാസ് സം റിലേഷൻ വിത്ത് ദി വിക്ടിം, കുട്ടിയോട് അടുപ്പമുള്ളയാൾ, കുട്ടിയെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാൾ, കുട്ടിയോട് സ്ഥിരമായി ബന്ധപ്പെടുന്ന ഒരാൾ, കുട്ടിയെ സ്കൂളിൽ കൊണ്ടിടുന്നയാൾ, കുട്ടിയെ സ്കൂളിൽ നിന്ന് തിരിച്ച് വിളിച്ചുകൊണ്ട് വരുന്നയാൾ, അങ്ങനെയുള്ള കുട്ടിയുമായി ബന്ധമുള്ളവർ. എന്നുവെച്ചാൽ എല്ലാവരും അങ്ങനെ ആവണം എന്ന് പാവം ധരിച്ചില്ല. കുട്ടിയോട് ബന്ധമുള്ളവർ ചിലപ്പോൾ രണ്ടാനച്ഛനാകാം എന്നും പറഞ്ഞ് എല്ലാം ഒരു പൊതു പോളിസി അല്ല. നമ്മൾ കൂടുതൽ മെജോറിറ്റി കണ്ടവരാണ് എന്നും പറഞ്ഞ് ഇവരെല്ലാം കുറ്റക്കാരാണ് എന്നൊരു ധാരണയിലോട്ട് വരല്. ആ മെജോറിറ്റി കണ്ടു വരുമ്പോഴത്തേന് കുട്ടിയെ കൈകാര്യം ചെയ്യുന്ന ആരാണോ, ഇപ്പം നമ്മൾക്ക് പറയാമല്ലോ, നമുക്കിപ്പം നമ്മുടെ മറ്റേ പണ്ടത്തെ സിനിമകളിലെ റേപ്പുകളൊക്കെ ഇപ്പോൾ കാലം കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇപ്പം അങ്ങനത്തെ ഒരു സംഭവങ്ങൾ വളരെ വിരളമാണ്. ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷെ എന്നാലും അത് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, റേപ്പിനോട് അനുബന്ധിച്ച് നടക്കുന്ന ഒരു ക്രൈംസ് ഉണ്ടല്ലോ, അപ്പം നമുക്കൊരു പൊതുവേദിയിൽ പറയാൻ ബുദ്ധിമുട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ അത് ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും ഈ റിലേഷനുള്ള കുട്ടികൾ, ഇപ്പോൾ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെ കുട്ടിയെ കൊണ്ടുപോകുന്ന ആരാണ്, നമ്മളെ കുട്ടിയുമായി ബന്ധമുള്ള ആരാണ്, ഒന്ന് ശ്രദ്ധിക്കണം. അപരിചിതരുമായിട്ടോ സ്ട്രേഞ്ചേഴ്സുമായിട്ടോ കുട്ടിയെ വിടേണ്ട കാര്യമില്ല. ആയിരിക്കാം, വേണ്ടപ്പെട്ട റിലേഷനായിരിക്കാം, പക്ഷെ നമുക്കൊരു ശ്രദ്ധ വേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ്, ഇതെല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. ഇപ്പോൾ നമ്മളൊരു ഫാമിലി ഫ്രണ്ട്, ഏറ്റവും നല്ല ഫാമിലി ഫ്രണ്ടായിരിക്കും, നമ്മുടെ രണ്ടാനച്ഛനായിട്ട് സ്വന്തം അച്ഛനെ പോകുന്ന കാണുന്ന ഒരാളായിരിക്കും. ജീവിതം കൊച്ചിലെ ജനിച്ചപ്പം മുതൽ കണ്ടുന്ന ഒരു അപ്പൂപ്പനാവാം, കൊച്ചിലെ നമ്മളെ താലോലിച്ച് എത്രയോ നടന്ന ഒരു അപ്പൂപ്പനാവാം, ഒരു അമ്മാവനാവാം. അങ്ങനെ ഡിഫേഴ്സാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഈച്ച് കേസസ്. ഇതിൽ ആരാണ് നമ്മളെ പീഡിപ്പിക്കപ്പെടുന്നത് എന്ന കാര്യം നമുക്ക് ആ സമയത്തെ അറിയാൻ പറ്റും. ബട്ട് വി മസ്റ്റ് ബി കെയർഫുൾ. ബട്ട് മോസ്റ്റ് പ്രോബബ്ലി അതൊരു ആ കുട്ടിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആരെങ്കിലും അതെ, കറക്റ്റ് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഒരു സ്ട്രേഞ്ചർ ഒന്ന് റിപ്പീറ്റ് പോകണം, അതുകൊണ്ട് ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷെ അത് കുറച്ചുകൂടെ കുറവാണെന്ന് തോന്നുന്നു. അത് കുറവാണ്. ഞാൻ ഇപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഒരു അച്ഛൻ ഒരു പത്തനംതിട്ടയാണ് ഒരു താമസം, കുട്ടി താമസം ട്രിവാൻഡ്രത്ത് താമസിക്കുമ്പോൾ ഈ കുട്ടിയുടെ ഒരു അമ്മുമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത്, അച്ഛൻ്റെ അമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ ഒരു സുഹൃത്തിനെ ഏൽപ്പിക്കുകയാണ്, മോളെ ഓട്ടോയിൽ കൊണ്ട് സ്കൂളിലാക്കണം, തിരിച്ച് വിളിച്ചുകൊണ്ട് വരണം. 2 കുട്ടികളുണ്ട്. അപ്പോൾ ആ ഒരു കുട്ടി വന്നിട്ട് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, മറ്റേ കുട്ടി 5ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്, സഹോദരികളാണ്. അപ്പോൾ ഇയാൾ ചെയ്യുന്ന ജോലി എന്താ, സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ദിവസം ഉച്ചയ്ക്ക് ഈ കുട്ടി ഒരു ഒഴിഞ്ഞ മൂലയെ കൊണ്ടുപോയി ആദ്യം അതിൻ്റെ പ്രൈവറ്റ് പാർട്സിലൊക്കെ പിടിക്കുകയും ചെയ്തു. അപ്പോൾ കുട്ടി വേണ്ട മാമ എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല മക്കളെ, അതൊന്നും കുഴപ്പമില്ല എന്ന രീതിയിൽ അന്ന് ചെയ്തു. 2-3 ദിവസം ഇത് ചെയ്തു. പിന്നെ അടുത്ത ദിവസം ഇയാൾ ഈ കുട്ടിയെ റേപ്പ് ചെയ്തു. അപ്പോൾ ആ കുട്ടിക്കൊരു നോ പറയാൻ പറ്റാത്ത ഒരു കാരണം അച്ഛന് സമാനമായി കാണുന്ന ഒരാൾ, കുട്ടി നോ പറഞ്ഞിട്ടില്ല. പിന്നെ ഇയാൾ എന്ത് ചെയ്തു, ഈ കുട്ടിയെ വേറെ കൊടുത്തു, വേറെ ആൾക്ക് വിറ്റു. എന്നിട്ടും ഈ കുട്ടി പറയുന്നില്ല. അവസാനം ഒരു ടീച്ചറിൻ്റെ ഒരു ബുദ്ധി, ഞാൻ പറഞ്ഞ പോലെ സർക്കാർ സ്കൂളിലുള്ള ടീച്ചർ ഒരു തമിഴ് കുട്ടിയാണ്. അപ്പം ഈ കുട്ടിയുടെ ഒരു മൂഡ് നോക്കിയിട്ടും ആ കുട്ടിയുടെ ഒരു ബുദ്ധിമുട്ട് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഒരുപാട് കുട്ടികളുള്ള സ്കൂളല്ല. അപ്പോൾ അവർ തമിഴ് ഒറ്റ ചോദ്യം ആ ടീച്ചർ ചോദിച്ചു. അപ്പം ആ ടീച്ചർ ഒരു ദിവസം ഈ ഓട്ടോയിൽ കയറി, ആ സംശയം തോന്നുന്ന കുട്ടി, ടീച്ചർ എന്ത് ചെയ്തു, ഈ ഓട്ടോയ്ക്കകത്ത് കുട്ടിയുടെ കൂടെ കയറി. അപ്പോൾ ഒരു ദിവസം ഈ സ്ഥലത്ത് വിട്ടിട്ട് ഈ ടീച്ചറെ കൂടെ കുട്ടിയും കൂടെ ഇറങ്ങി, ഞാൻ ടീച്ചർ എന്നെ വീട്ടിൽ കൊണ്ടാക്കുമെന്ന് കുട്ടി ഇറങ്ങി. അപ്പോൾ പോകുമ്പോൾ ഈ ഓട്ടോ ഡ്രൈവർ പറഞ്ഞു, നിന്നെ പിന്നെ കിട്ടും, ഒരൊറ്റ
ഒറ്റ വാക്ക്, ഇത് ടീച്ചർ കേട്ടു, നിന്നെ പിന്നെ കിട്ടും എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു അധ്യാപികയുടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡാണ്. കുട്ടിയെ പിറ്റേ ദിവസം കിടന്ന് മുറിക്കകത്ത് ടീച്ചറിട്ട് പൂട്ടിയിട്ട് കുറച്ച് ചൂടായിട്ട് ഇപ്പോൾ ഒന്നും കുട്ടി പറഞ്ഞില്ല, അഡമൻ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പിറ്റേ ദിവസം ഇയാളെ അനിയത്തിയെ വിളിച്ചു. അനിയത്തിയെ കുട്ടി മക്കളെ എന്നൊക്കെ പറഞ്ഞ് കൊച്ചുകുട്ടിയാണ്. അങ്ങ് ആ മാമ എപ്പടി ഉനക്ക് മുത്തം തരുവയാ എന്ന് ചോദിച്ചു. എന്നുവെച്ചാൽ എനിക്ക് ഉമ്മ തരുമോ എന്ന് ചോദിച്ചു. എനക്കും തരുവേ, എന്നെ അക്കാവുക്കും കൊടുപ്പേ, എനിക്കും തരും, എൻ്റെ ചേച്ചിക്കും ഉമ്മ കൊടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ ടീച്ചറിന് ഏകദേശം ഇതായി. ടീച്ചർ പിറ്റേ ദിവസം വന്നപ്പോൾ ഈ കുട്ടിക്ക് നടക്കാൻ വയ്യാത്ത ഒരു ഇതിലായിട്ടാണ്. ടീച്ചർ എല്ലാ ടീച്ചർമാരും കൂടെ ഭയങ്കരമായിട്ട് കുട്ടിയുടെ ചൂടായപ്പോഴാണ് ഈ വലിയ പീഡന പരമ്പര ഈ കുട്ടി പറയുന്നത്. കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? കുട്ടിക്ക് അന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 14 വയസ്സുള്ള വെച്ച്. വീട്ടിൽ അമ്മൂമ്മയുടെ അടുത്ത് പറയാൻ വയ്യ, കാരണം അമ്മ ഭയങ്കരമായിട്ട് അടിക്കും ഇവരെ. അച്ഛനും അമ്മയും പത്തനംതിട്ടയാണ്. അപ്പോൾ ഈ കുട്ടി അന്ന് പരിശോധിച്ചപ്പോൾ അന്ന് കുട്ടിയെ കാണിച്ച ഡോക്ടർ പിന്നെ 1 മാസം ആ കുട്ടി ട്രീറ്റ്മെൻറ്റ്, കാരണം പ്രൈവറ്റ് പാർട്സ് മൊത്തം ഇഞ്ചുറി ആയിപ്പോയി, അത്ര ഇൻഫെക്ഷനായിട്ട് കുട്ടി പോയി. 1 മാസത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷമാണ് ഈ കുട്ടി തിരിച്ചു വരുന്നത്. അപ്പോൾ അച്ഛൻ്റെ കൂട്ടുകാർ